ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ സ്കന്ധം 3 14ാമത്തെ കഥയാണ്. ഉദ്ധവരും വിതുരരും കണ്ടുമുട്ടുന്നു. പാണ്ഡവർക്ക് വേണ്ടി ദൂത് പറയുവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധനന്റെ കൊട്ടാരത്തിലെത്തി. അന്ന് അവിടെ ദുര്യോധനനും കൂട്ടരും വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെ ഒരുക്കിയിരുന്നു. എന്നാൽ ഭഗവാൻ അതുപേക്ഷിച്ച് നേരെ വിതുരന്റെ ഗൃഹത്തിലേക്ക് പോയി. വിതുരൻ ക്ഷണിച്ചിരുന്നില്ലെങ്കിലും ഭഗവാന് ഏറെ ഇഷ്ടം അവിടുത്തെ ഭക്ഷണമായിരുന്നു. വിതുരൻ ശ്രീകൃഷ്ണനെ സൽക്കരിച്ചിരുത്തി പൂജിച്ചു. അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുഷ്ടരായ പുത്രന്മാരെ അധർമ്മം ഉപദേശിച്ചു കൊടുത്താണ് വളർത്തിയത്. അനാഥരായ പാണ്ഡുപുത്രന്മാരെ അദ്ദേഹം സ്നേഹിച്ചില്ല. അരക്കില്ലം പണിയിച്ച് അവരെ ചുട്ടുകൊല്ലുവാൻ ശ്രമിച്ചു. ദുശ്ശാസനൻ പാഞ്ചാലിയുടെ മുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച് സഭയിലേക്ക് കൊണ്ടുവന്ന് അപമാനിച്ചു. ആരും അവനെ തടുത്തില്ല. കള്ളച്ചൂതിൽ തോൽപ്പിച്ച് ധർമ്മപുത്രരെയും മറ്റും കാട്ടിലേക്ക് അയച്ചു. അവർ തിരിച്ചെത്തിയപ്പോൾ മുൻ തീരുമാനപ്രകാരം അവകാശപ്പെട്ട രാജ്യം തിരിച്ചേൽപ്പിച്ചില്ല. എന്തുവേണം? പാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും കൂടി ആലോചിച്ച പ്രകാരം ദൂതനായി ഭഗവാൻ കുരുസഭയിലേക്ക് എഴുന്നള്ളി. അവിടെ വെച്ച് പറഞ്ഞ വാക്കുകൾ ഭീഷ്മർ മുതലായ പുണ്യാത്മാക്കൾക്ക് അമൃതായി തോന്നിയെങ്കിലും ധൃതരാഷ്ട്രർ ആ വാക്കുകൾ മാനിച്ചില്ല. അത് വിതുരരെ വേദനിപ്പിച്ചു. അദ്ദേഹം അവിടെ നിന്നും പുറത്തുപോയി. വിതുരർ രസിക്കാത്ത മട്ടിൽ പുറത്തുപോയെന്നറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ അനുജനെ വിളിച്ചു വരുത്തി. ഉപദേശം തേടി. അത് ബഹുമാനപൂർവം വിതുരവാക്യം എന്ന പേരിൽ അറിയപ്പെട്ടു. അസഹനീയമായ അപരാധങ്ങൾ പുറത്തു കഴിയുന്ന യുധിഷ്ഠിരന് അവകാശപ്പെട്ട രാജ്യം കൊടുക്കുക. ഭീമനാകുന്ന സർപ്പം അനുജന്മാരുമൊത്ത് കോപം കൊണ്ട് ജ്വലിക്കുന്നു. അവരാണല്ലോ രാജന്റെ പേടി സ്വപ്നവും. മുനിമാരോടും ദേവന്മാരോടുമൊപ്പം വസിക്കുന്ന മുക്തിദായകനായ ഭഗവാൻ പാണ്ഡവന്മാരെ സ്വന്തമായി കരുതുന്നവനാണ്. ഭഗവാനിൽ നിന്ന് വിമുഖനായ അങ്ങ് ആ ദോഷം തന്നെ പുത്രനിലും വളർത്തുന്നു. അത് ഒരിക്കലും ഗുണം ചെയ്യില്ല. ആ പുത്രനെ കൈവിടുന്നതാണ് ഉത്തമം. എങ്കിൽ ഐശ്വര്യവാനായി തീരും. വിതുരരുടെ ഉപദേശം കേട്ട് ക്രുദ്ധനായ ദുര്യോധനൻ ദാസീപുത്രനെ അപമാനിച്ചു. ഉണ്ട ചോറിന് നന്ദിയില്ലാത്തവനാണെന്ന് കുറ്റപ്പെടുത്തി അവഹേളിച്ചു. ശത്രുക്കളുടെ കാര്യത്തിൽ തൽപരനായ ഇയാളെ നഗരാതിർത്തിക്കുള്ളിൽ നിന്നും പുറത്താക്കൂ. ദുര്യോധനന്റെ കൽപ്പന കൊട്ടാരത്തിൽ മാറ്റൊലി കൊണ്ടു. പക്ഷേ ഭഗവാന്റെ മായാവൈഭവത്താൽ ശക്തി സംഭരിച്ചുകൊണ്ട് വിതുരൻ കയ്യിലുണ്ടായിരുന്ന ദിവ്യായുധം കട്ടിളപ്പടിയിൽ വെച്ച് മൗനിയായി പുറത്തേക്ക് പോയി. ഹസ്തിനപുരം വിട്ടു. പുണ്യതീർത്ഥങ്ങൾ തോറും സഞ്ചരിച്ചു. അവധൂതനെപ്പോലെ മരവുരി ധരിച്ച വ്രതങ്ങൾ അനുഷ്ഠിച്ച് പുണ്യം സമ്പാദിച്ചു. കുറേ നാളുകൾ പിന്നിട്ടപ്പോൾ പ്രഭാസത്തിലെത്തി. അപ്പോൾ ഏകചക്ര മുതലായ ആ പ്രദേശം ഭരിച്ചിരുന്നത് യുധിഷ്ഠിര മഹാരാജാവായിരുന്നു. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നാശം അറിഞ്ഞ് വിതുരൻ വ്യസനിച്ചു. ധർമ്മപുത്രരുടെ മുഖത്തു നോക്കുവാൻ ശക്തിയില്ലാതെ മൗനിയായി അദ്ദേഹം സരസ്വതി നദീതടത്തിലേക്ക് തിരിച്ചു. ധാരാളം പുണ്യതീർത്ഥങ്ങൾ സേവിച്ചു. പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചു. യാത്ര തുടർന്നു. സുരാഷ്ട്രം, സൗരവീരം, മത്സ്യം, കുരു, ജാങ്കലം മുതലായ ദേശങ്ങൾ കടന്ന് വളരെ വേഗത്തിൽ കാളിന്തി തീരത്ത് എത്തിച്ചേർന്നു. അവിടെ ആരോ തന്നെ കാത്തു നിൽക്കുന്നു. ആരാണത്? സൂക്ഷിച്ചു നോക്കി. സംശയമില്ല, ഭഗവാന്റെ പ്രിയദാസൻ ഉദ്ധവർ തന്നെ. വിതുരൻ ഉദ്ധവരെ വന്ദിച്ചു. ആശ്ലേഷിച്ച് പരസ്പരം കുശലങ്ങൾ ആരാഞ്ഞു. ലോകനന്മയ്ക്കു വേണ്ടി അവതരിച്ച ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാരകയിൽ സുഖം തന്നെയല്ലേ? അവർക്ക് വസുദേവനിൽ നിന്ന് ഒരു പിതാവിൻ്റെ സംരക്ഷണം വേണ്ടതുപോലെ ലഭിക്കുന്നില്ലേ? യാദവ സൈന്യാധിപനായ പ്രദ്യുപ്നന് സുഖമല്ലേ? ഉഗ്രസേനൻ എന്തു പറയുന്നു? സാത്യകിയും സാമ്പനും സസുഖം വർത്തിക്കുന്നുവോ? വിദ്വാനും പരമഭക്തനുമായ അക്രൂരൻ ഭഗവാന്റെ പാദം പതിഞ്ഞ വൃന്ദാവനത്തിൽ ഉന്മത്തനെപ്പോലെ ഇപ്പോഴും കിടന്നുരുളുകയാണോ? ദേവകിക്ക് കുശലമല്ലേ? അനിരുദ്ധൻ, ഹൃദീകൻ, ചാരുദേഷ്ണൻ, ഗദൻ എന്നിവർ സുഖമായി കഴിയുന്നില്ലേ? നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനാദികളോട് ഭീമസേനൻ പക വീട്ടിക്കഴിഞ്ഞില്ലേ? വിലാളിവീരനായ അർജുനൻ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ച് വിജയിയായി വസിക്കുന്നില്ലേ?
എന്തു തെറ്റു ചെയ്താലും പുത്രന്മാരെ അനുസരിക്കാൻ മാത്രം അറിയാവുന്ന ധൃതരാഷ്ട്രനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അദ്ദേഹം എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇന്നും ഞാൻ അദ്ദേഹത്തെ ഓർത്ത് വ്യസനിക്കുകയാണ്. എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം ഒന്നു മാത്രം മതി. വിസ്മയരഹിതനായി തീർത്ഥാടനം ചെയ്ത് പുണ്യസ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കഴിഞ്ഞുകൊള്ളുക. പരമഭാഗവതനായ ഉദ്ധവർക്ക് വിതുരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ നന്നെ വിഷമിക്കേണ്ടി വന്നു. ഉദ്ധവർ പിഞ്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ കണ്ണനെ പൂജിച്ചിരുന്നു. കാണുന്നവർ അത് കുട്ടിക്കളിയായി കരുതിപ്പോന്നു. അമ്മ കഞ്ഞിവെച്ച് കാത്തിരുന്നപ്പോഴും അവൻ എത്തി നോക്കിയില്ല. കാലം മുന്നോട്ടുപോയി. ഉദ്ധവർക്ക് വയസ്സായി. ഭഗവാന്റെ വിയോഗം ആ ഭക്തോത്തമനെ വല്ലാതെ തളർത്തി. അദ്ദേഹം ഭക്തിയിൽ ലയിച്ച് എല്ലാം മറന്ന് കുറേ നേരം ശബ്ദിക്കാൻ പോലും കഴിയാതെ ശ്രീകൃഷ്ണ സ്മരണയിൽ അമർന്നു. ആ കണ്ണുകളിൽ നിന്നും പ്രേമാശ്രുഗണങ്ങൾ അടർന്നു വീണു. ഉദ്ധവർ ഭഗവത് ലോകത്തിൽ നിന്നും മനുഷ്യലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ണുകൾ തുടച്ചു. ഭഗവാന്റെ ലീലകൾ മനസ്സിലെ ക്യാൻവാസിൽ തെളിഞ്ഞു. പക്ഷേ ബന്ധുക്കളുടെ കുശലങ്ങൾ വിവരിക്കാൻ അപ്പോഴും ആ ഭക്തൻ ശക്തനല്ലായിരുന്നു. യാദവന്മാർ ഭാഗ്യം കെട്ടവരാണ്. ശ്രീകൃഷ്ണൻ ആരെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ഭഗവാനെ കേവലം ഒരു യാദവൻ മാത്രമാണെന്ന് ധരിച്ചു പോന്നു. ധർമ്മപുത്രരുടെ രാജസൂയത്തിൽ ഭഗവാന്റെ സ്വരൂപം കണ്ടവരെല്ലാം ബ്രഹ്മസൃഷ്ടിയിലെ ചാതുര്യം മുഴുവൻ കാണപ്പെട്ടുവെന്ന് കരുതി. മാധവന്റെ മന്ദഹാസം നുകർന്നപ്പോൾ ഗോപസ്ത്രീകൾ എല്ലാം മറന്ന് ആ സൗന്ദര്യം നോക്കി ആസ്വദിച്ചുകൊണ്ടു നിന്നു. ഭക്തന്മാർ ദുഷ്ടന്മാരാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഭഗവാൻ അനുകമ്പാപൂർവം യോഗമായയെ സ്വീകരിച്ച് ജന്മമെടുത്ത് അവരെ രക്ഷപ്പെടുത്തുന്നു. വസുദേവഗൃഹത്തിൽ ജനിച്ചതും ശത്രുഭയത്താൽ ഗോകുലത്തിൽ ചെന്ന് താമസിച്ചതും ഭയപ്പെട്ട് മധുരയിൽ നിന്ന് ഒളിച്ചോടിയതും ഓർക്കുമ്പോൾ വ്യാമോഹത്തിലമരുന്നു. അച്ഛനമ്മമാരെ, കംസനെ ഭയപ്പെട്ട് ഇത്രനാളും നിങ്ങളെ ശുശ്രൂഷിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. ഞങ്ങളോട് പൊറുത്താലും പ്രസാദിച്ച് അനുഗ്രഹിച്ചാലും. രാമകൃഷ്ണന്മാരുടെ ആ വാക്കുകൾ ഓർക്കുമ്പോൾ മനസ്സ് ദുഃഖത്തിലാണ്ടുപോകുന്നു. രാജസൂയം നടക്കുമ്പോൾ ശ്രീകൃഷ്ണനെ ദ്വേഷിക്കുന്ന ശിശുപാലനെ പോലും സിദ്ധി ലഭിച്ചത് അത്ഭുതമായിരിക്കുന്നു. യോഗികൾക്ക് പോലും ആഗ്രഹിക്കുന്ന ആ സിദ്ധി ദ്രോഹിക്കുന്നവന് ലഭിക്കാൻ കഴിഞ്ഞത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ആ കാരുണ്യവാന്റെ വിരഹം ആർക്ക് സഹിക്കാനാകും? മഹാഭാരത യുദ്ധത്തിൽ വെച്ച് അർജുനന്റെ ബാണങ്ങളേറ്റ് പാപവിമുക്തി നേടി ഭഗവാന്റെ മുഖകമലം ദർശിച്ച് പുണ്യവാനായി ദേഹവിയോഗം ചെയ്യുമ്പോൾ വൈകുണ്ഠപദത്തിന് അർഹനാകുമെന്നുള്ളതിന് ആർക്കും സംശയമില്ല. ദേവാ ധരിച്ചാലും ശ്രീകൃഷ്ണ ഭഗവാൻ സിംഹാസനത്തിലിരിക്കുന്ന ഉഗ്രസേന മഹാരാജാവിൻ്റെ മുമ്പിൽ ചെന്ന് വിനയത്തോടെ കൈകൂപ്പി അപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ ദാസന്മാരായ ഏവർക്കും മനസ്സിൽ വേദനയുണ്ടായി. ഭഗവാന്റെ ദാസഭാവം ആരെക്കൊണ്ടും വർണ്ണിക്കാനാവില്ല. കാളകൂട വിഷം തേച്ച മുല കൊടുത്ത് ഭഗവാനെ കൊല്ലാനാഗ്രഹിച്ച പൂതനയ്ക്ക് സ്വന്തം മാതാവിന് യോജിച്ച സൽഗതി നൽകിയ കരുണാനിധിയെ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല. ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ളത് ആ ഭഗവാൻ തന്നെയാണ്. യുദ്ധക്കളത്തിൽ വെച്ച് ഗരുഡാരൂഢനായ ചക്രായുധനെ ദർശിക്കാൻ കഴിഞ്ഞാൽ അവനെ അസുരനാണെങ്കിലും ഭഗവത് ഭക്തനായി തന്നെ ഗണിക്കേണ്ടതാണ്. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം ഭൂമിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കംസരാജാവിൻ്റെ കാരാഗൃഹത്തിൽ വസുദേവ പത്നിയായ ദേവകിക്ക് ശ്രീകൃഷ്ണൻ ജനിച്ചു. കംസനെ ഭയപ്പെടുത്തുന്ന പിതാവ് കുഞ്ഞിനെയും കൊണ്ട് ഗോകുലം പ്രാപിച്ചു. അവിടെ 11 വർഷക്കാലം തൻ്റെ ദിവ്യസ്വരൂപം മറച്ചുവെച്ച് ജ്യേഷ്ഠനായ ബലരാമനോടൊപ്പം താമസിച്ചു. വൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന യമുനാതീരം, അതിൻ്റെ കൊമ്പുകളിൽ മാറി മാറിയിരുന്ന് മനോഹരമായി പാടിപ്പറക്കുന്ന പക്ഷികൾ, താഴെ പശുക്കുട്ടികളെ മേച്ചു നടക്കുന്ന ഗോപന്മാർക്കിടയിലൂടെ കണ്ണൻ ചിരിച്ചും കളിച്ചും വിളയാടി വിഹരിക്കുന്നു. ഗോകുലവാസികൾക്കിടയിൽ ആനന്ദം നടമാടുന്നു. ഓടക്കുഴൽ വിളിച്ച് ഗോപാലൻ ഗോപികമാരെ രസിപ്പിക്കുമ്പോൾ ആരുടെ മനസ്സിലാണ് ആനന്ദത്തേന്മഴ വർഷിക്കാത്തത്? കംസരാജാവ് അയച്ച മായാവികളായ അസുരന്മാരെയെല്ലാം ഗോപാലനും ഗോപന്മാരും ചേർന്ന് നിഷ്പ്രയാസം നിഗ്രഹിച്ചു. കാളിന്തി നദിയിലെ വിഷജലം കുടിച്ചു മരിച്ച പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ഭഗവാൻ തൻ്റെ കരുണാകടാക്ഷത്താൽ ജീവിപ്പിച്ചു. കാളിയനെ അമർച്ച ചെയ്ത് ദൂരേക്ക് പറഞ്ഞയച്ചു. ജലത്തിലെ വിഷാംശം പാടെ നശിപ്പിച്ച് അത് കുടിക്കാൻ യോഗ്യമാക്കി തീർത്ത് എല്ലാവരെയും അനുഗ്രഹിച്ചു. രാജ്യത്ത് ഐശ്വര്യം വിളയാടുന്നതിന് നന്ദഗോപന്റെ നേതൃത്വത്തിൽ ഗോയജ്ഞം ചെയ്യിപ്പിച്ചു. അത് ഇന്ദ്രന് രസിച്ചില്ല.
കുപിതനായ അദ്ദേഹം ഗോകുലം നശിപ്പിക്കുവാൻ ഒരുങ്ങി. കഠിനമായ മഴ വർഷിക്കാൻ തുടങ്ങിയപ്പോൾ ഗോകുലം മുങ്ങിപ്പോകുമെന്ന നില വന്നു. ഗോകുലത്തെ എങ്ങനെ രക്ഷിക്കും? ശ്രീകൃഷ്ണൻ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ എടുത്ത് ഉയർത്തി കുടയായി പിടിച്ച് ഗോകുലത്തെ രക്ഷിച്ചു. ശരത്കാലം പൂനിലാവ് വർഷിക്കുന്ന രാത്രി വേണുഗാനം ഉയർന്നു. ഗോപസ്ത്രീകൾ ഓടിയെത്തി. വികാരം പൂത്തുലഞ്ഞു. രാസക്രീഡാനൃത്തം ആരംഭിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും ഈ കഥകൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കണം. നമ്മൾ ഒരാളിലേക്ക് കൂടി ഈ കഥ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അതിൽ പരം ഒരു സുഹൃതം ഈ ജന്മത്ത് ഉണ്ടാകാനില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും കഥകൾ കേൾക്കുക, കുട്ടികൾക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അത്രയൊക്കെ നമ്മളെ കൊണ്ട് ഈ ജന്മത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ. ഇനി നാളെ നമുക്ക് അടുത്തൊരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.